VPS ലേക്ക് ഷോർ പ്രസൻസ് SKN40 മോർണിംഗ് ഷോയിൽ തുടരുന്നു. ഇപ്പോൾ തൊടുപുഴ ന്യൂമാൻ കോളേജിലാണ്. ന്യൂമാൻ കോളേജിലെ ആദ്യകാല വിദ്യാർത്ഥികളിൽ ഒരാളായ ന്യൂമാൻ കോളേജ് ഒരുപാട് മുൻപ് തുടങ്ങിയതാണ് സാറേ. അതിന് മുമ്പേ തുടങ്ങിയ ആദ്യകാലം എന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ കിളവനായെന്നല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞ പൂർവ്വ വിദ്യാർത്ഥി. അത് പറഞ്ഞപ്പോ ഒരു നാവുഴ അല്ലേ? ഉന്മേഷം വല്ലാണ്ട് ഞാൻ തെറ്റ് അല്ലേ? ഓക്കെ, നന്നായി. മലയാളം PhD ഒക്കെ എടുത്ത ആളല്ലേ, തെറ്റ് തിരുത്തിക്കൊണ്ടേ ഇരിക്കുക. അപ്പൊ ന്യൂമാൻ കോളേജിൽ എന്തെങ്കിലും തിരുത്താനുണ്ടോ? ഇല്ല, ന്യൂമാൻ കോളേജ് ഓക്കെ. അപ്പൊ പറഞ്ഞോളൂ. അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ന്യൂമാൻ കോളേജിലാണ്. ഇടുക്കി ജില്ലയിലെ ആദ്യ കോളേജുകളിലൊന്നാണ്. 1964 കാലഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ചതാണ്. ഒട്ടേറെ വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ ഒരു കോളേജാണ്. അപ്പോൾ ഞാനും പഠിച്ച കോളേജാണ്. ഈ ക്യാമ്പസിൽ വീണ്ടും എത്തിയതിൽ അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്കിനി പോകാം അല്ലേ? ഇനിയിപ്പോ നമുക്ക് അവര് വൈസ് പ്രിൻസിപ്പല് ഫാദറെ നമസ്കാരം. മാധ്യമരംഗത്ത് 4 പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കിയ അങ്ങേക്ക് ഒരുപാട് ന്യൂമാൻ കോളേജിന്റെ പേരിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ന്യൂമാൻ കമ്മ്യൂണിറ്റി ഈ ചെറിയ ഉപഹാരം സമർപ്പിക്കുക. ഫാദറിന്റെ ഫുൾ നെയിം എങ്ങനെയാ? ബെൻസൺ ആൻഡ് ആന്റണി. ഇതൊരു ആഘോഷത്തെക്കാളും ഫാദറെ ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേര്? ക്യാപ്റ്റൻ പ്രജീഷ് മാത്യു. ഓക്കെ, താങ്ക് യു. അപ്പൊ ഈ റിസപ്ഷന് നന്ദി. അതോടൊപ്പം ഞങ്ങൾക്കൊപ്പം അണിചേരണം. നിങ്ങളുടെ ഒരു വിദ്യാർത്ഥി തന്നെ നമ്മുടെ കൂടെ ഉള്ളത്, ഡോക്ടർ ഉന്മേഷ്. ഞാനിവിടെ 2003-2006 പഠിച്ചതാണ്. ഫിസിക്സ് ബാച്ചിലായിരുന്നു. ഉന്മേഷ് എന്നാണ് പേര്. ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ലീഡിംഗ് വാർത്താ അവതാരകരിൽ ഒരാളാ. ഒരുപാട് ശബ്ദം കേട്ടിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ചാനലിലെ മമ്മൂട്ടിയുടെ ശബ്ദം തീർച്ചയായിട്ടും. അപ്പൊ കാരണം ഈ കോളേജിൽ പഠിച്ച ഒരു കുട്ടിയുടെ ശബ്ദം ഇങ്ങനെ അലയടിക്കുക മലയാളികളുടെ മനസ്സിൽ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. താങ്ക് യു. ഞാൻ യഥാർത്ഥത്തിൽ ഫാദർ എന്നെ സ്വീകരിച്ച അതേ ഉന്മേഷിനോട് കൊടുക്കുക അല്ലേ? ഓക്കെ, കാരണം ഉന്മേഷ് ആദ്യകാല വിദ്യാർത്ഥിയാണല്ലോ. അപ്പൊ ഫാദറെ നമ്മൾ ചില കണക്കുകൾ കേട്ട് ഞെട്ടിയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പ്രായമാകാത്ത കുട്ടികളെ പോലും ഈ MDMA പോലെയുള്ള ലഹരിയിലേക്ക് സ്വാധീനിക്കുന്നു. അപ്പോൾ അതൊരു വലിയ അപകടം പിടിച്ചാണ്. അപ്പം ശരിക്കും കഴിഞ്ഞ 2 മാസങ്ങൾക്കിടയിൽ 600-നടുത്ത് കുട്ടികൾ, പ്രായമാകാത്ത കുട്ടികൾ ഇതിലുണ്ടായിട്ടുണ്ടെന്നുള്ളത് മന്ത്രി MP രാജേഷ് പറഞ്ഞ കണക്കാണ്. ഇത് തീർച്ചയായിട്ടും കേരള മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒന്നും അറിവ് പോലും ആകാത്ത കുട്ടികളെ ഇത് മനഃപൂർവ്വം പെടുത്തുന്നതായിട്ടാണ്, അല്ലാതെ കുട്ടികളാരും ഇത് അറിഞ്ഞുപോയി ഉപയോഗിക്കുന്നതായിരിക്കില്ല. അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയ മാഫിയ ഉണ്ടെന്നാണ് തീർച്ചയായിട്ടും കേരള ജനത മുഴുവൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും എനിക്ക് വ്യക്തിപരമായി പറയാനുള്ള ശിക്ഷണ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒരല്പം അതിന് പ്രാധാന്യം കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഗുണചിന്ത വേണം. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാ? എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരു സാമൂഹ്യ എന്റെ ക്യാപ്റ്റൻ പ്രജീഷ് മാത്യു, ഞാൻ NCCയുടെ ഓഫീസറാണ്. നമുക്കൊരു ഈ കോളേജിലൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ. നമ്മളിവിടെ കുട്ടികളുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ പല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പരിശ്രമം നടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ദേ ആർ ഹാവിങ് എ ലോട്ട് ഓഫ് എനർജി. അപ്പൊ അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടാനായിട്ടും കൺസ്ട്രക്റ്റീവ് ആക്കാനായിട്ടുള്ള പരിശ്രമം നമ്മുടെ കോളേജിൽ നടത്തുന്നുണ്ട്. ഞങ്ങളുടെ കുട്ടികൾ ബാൻഡ് ഇപ്പം റിസീവ് ചെയ്ത ബാൻഡ് റിപ്പബ്ലിക് ദിന ക്യാമ്പിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട ക്യാമ്പാണ്. അപ്പൊ ഇവർക്ക് ഇങ്ങനെയുള്ള ഒരു സ്വയബോധം
ദേ ആർ ഹാവിങ് എ ടാലന്റ് എന്നുള്ളൊരു വിചാരം വന്നാൽ തന്നെ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി പോകാനായിട്ടൊരു അവസരം കിട്ടുമെന്നുള്ളതാണ് എന്റെ വിചാരം. മാത്രമല്ല ഇപ്പൊ കോളേജിനുള്ള ഒരു ത്രെട്ട് എന്ന് പറഞ്ഞാലേ ഫാദറെ, അതായത് ഏതെങ്കിലും ഒരു കുട്ടി MDMA കാരിയറായിട്ട് ആ കോളേജിലുണ്ടെങ്കിലോ അതെങ്കിൽ MDMA ഉപയോഗിക്കുന്നുണ്ടെങ്കിലോ ആ കോളേജിലേക്ക് റെയ്ഡ് നടത്താൻ എക്സൈസിനും പോലീസിനും ഇപ്പോൾ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ വളരെ റെപ്യൂട്ടഡ് കോളേജിൽ ചിലപ്പോൾ 5000 കോളേജിൽ കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിൽ ഒറ്റ വിദ്യാർത്ഥിയുടെ ഓപ്പറേഷൻ കൊണ്ട് ആ കോളേജിന് ഡാമേജ് ഉണ്ടാകും. അതുകൊണ്ട് അത് കാരണം ഇതിപ്പോ കോളേജ് പ്രിൻസിപ്പലിന്റെ അനുമതിയൊന്നും ഈ കാര്യത്തിന് ആവശ്യമില്ല. അനുമതി തേടത്തില്ല അവര്. കാരണം ഇതൊക്കെ അനുമതി തേടിയ കാര്യം എല്ലാവരും അറിയുമല്ലോ. അതുകൊണ്ട് അനുമതി തേടാത്ത കോളേജിലേക്ക് പോലീസ് സേന കടന്നു വരും. അപ്പൊ എല്ലാ കോളേജും സ്കൂളും കലാലയങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതിനെ 100% സപ്പോർട്ട് ചെയ്യാണ്. കാരണം അനുവാദം വാങ്ങിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് പിടിക്കപ്പെടേണ്ട ആളുകളുടെ എണ്ണം ചിലപ്പോൾ കുറഞ്ഞു പോയേക്കാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന് 100% നമ്മൾ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ തൊടുപുഴയിൽ പ്രത്യേകിച്ച് കാര്യക്ഷമമായിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റും പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലുമൊക്കെ അത് പുറഭാഗങ്ങളിലാണെങ്കിൽ പോലും പരാതിയോ ഒന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരത് കൃത്യസമയത്ത് ഒന്ന് അന്വേഷിക്കുകയും അതിന് നടപടിയെടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് തൊടുപുഴയിലെ പൊതുസമൂഹം ആ കാര്യത്തിൽ 100% സംതൃപ്തരാണ്. എന്നാലും ഞാൻ ഈ കോളേജിന്റെ ബർസാറായിട്ടാണ്, പിന്നെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് അതെ അസിസ്റ്റന്റ് ഇംഗ്ലീഷ് പ്രൊഫസറാണ്. പ്രിൻസിപ്പൽ ഒരു മെഡിക്കൽ ആവശ്യമായിട്ട് പുറത്തു പോയിരിക്കുകയാണ്. ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പൽസ് രണ്ടുപേരും. വൈസ് പ്രിൻസിപ്പലിനെ ഞാനൊന്നും കണ്ടായിരുന്നല്ലോ. അദ്ദേഹം അപ്പൊ വൈസ് പ്രിൻസിപ്പൽ ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും ഇതൊരു നമ്മളെല്ലാവരും കോളേജ് സമൂഹം മൊത്തമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വളരെ നന്നായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പെൺകുട്ടികളുടെ കൂടി ഇതിനകത്ത് ഈ സ്വാധീന വലയത്തിൽ പെടുന്നു. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ അകത്തിട്ട് ഒരു ട്രാപ്പിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി ഇതിന്റെ കൂട്ടാളികൾ ശ്രമിക്കുന്നുണ്ട്. അതിനകത്ത് അവർ വീഴുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഈ കോളേജിൽ ഇതുപോലെ ശ്രദ്ധയുടെ ആവശ്യമുണ്ട്. പെൺകുട്ടികൾ പോലും കാരിയർ ആവുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യം പെൺകുട്ടികളൊക്കെ കാരിയറായാലും അവരെ അത്ര പല കാരണങ്ങളുണ്ട്. അവരങ്ങനെ ഒരു പരിശോധിക്കുക അതൊക്കെ തന്നെ ഇത്തിരി പാടാണ്. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം. കോളേജ് ശ്രദ്ധിക്കുന്നുണ്ട്. നല്ല താല്പര്യമുള്ള ഒരു കോളേജല്ലേ ഇത്, തൊടുപുഴ ന്യൂമാൻ എന്ന് പറഞ്ഞു. അതിപ്പം അച്ഛൻ പറഞ്ഞ പോലെ പോലീസ്, എക്സൈസ്, അതുപോലെ ഞങ്ങളുടെ ഇവിടെയുള്ള NSS, NCC ഇത് NSS, NCC അവരുടെ വോളണ്ടിയേഴ്സ് ഈ കുട്ടികളുടെ ഒരു ഇടപെടലൊക്കെ വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ക്യാമ്പസിനും പരിസരത്തും അത് നമുക്ക് വിമുക്തമായിട്ട് നിർത്താൻ പറ്റുന്നുണ്ട്. പിന്നെ കുട്ടികളും ഒരു 95% കുട്ടികളും ഇതിനോട് ആഭിമുഖ്യമുള്ളവരാണ്. ഇതൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് വിട്ടു നിൽക്കണം. പക്ഷെ ചില കൂട്ടുകെട്ടുകളിൽ വീണ് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ അപകടം വരുന്നത്. അവരാണ് നമുക്ക് ദോഷകരമായിട്ട് വരുന്നത്.